ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് റെബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന സ്റ്റോറിയുടെ ആക്ടിവിറ്റീസാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റി 1, റീഡ് ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ്. കഥ വായിച്ചിട്ട് ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ്, റെബേക്ക ആസ്ക് ഹെർ ടീച്ചർ. നെക്സ്റ്റ്, ട്രീസ് ആർ ബീയിങ് കട്ട് ഡൗൺ ആൻഡ് next, the president asked his countrymen. Next, we would like to thank Rebecca. First, Rebecca asked her teacher why there had been so little rain that year. Next, trees are being cut down and used to make building. Next, the president asked his countrymen to plant trees outside their homes. Next, we would like to thank Rebecca for helping us learn and make a change. Next, activity 2. Given below are two scenes of Rebecca farm. Look at the picture and prepare a description. റെബേക്കയുടെ കൃഷിയിടത്തിലെ 2 ദൃശ്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ചിത്രം നോക്കി ഒരു വിവരണം തയ്യാറാക്കുക. ബിഫോർ ദ ഡ്രോൺ, വരൾച്ചയ്ക്ക് മുമ്പ്. This is Rebecca's farm. There are cattle, sheep, ducks and hen in the farm. Large brown cows are grazing in the farm. There is a huge trees with ripe fruits. A happy brown squirrel is sitting on one of its branches. The lovely red flowers are beauty to the farm. ആദ്യത്തെ ചിത്രം വരൾച്ചയ്ക്ക് മുന്നേ ഉള്ളതാണ്. അതാണ് റെബേക്കയുടെ കൃഷിയിടം. ഫാമിൽ കന്നുകാലികൾ, ആടുകൾ, താറാവ്, കോഴികൾ എന്നിവയുണ്ട്. തവിട്ടു നിറത്തിലുള്ള വലിയ പശുക്കൾ ഫാമിൽ മേയുന്നു. പഴുത്ത പഴങ്ങളുള്ള ഒരു വലിയ മരമുണ്ട്. സന്തോഷകരമായ ഒരു തവിട്ട് നിറത്തിലുള്ള അണ്ണൻ അതിൻ്റെ ശാഖകൾ ഒന്നിൽ ഇരിക്കുന്നു. മനോഹരമായ ചുവന്ന പൂക്കൾ കൃഷിയിടത്തിന് ഭംഗി കൂട്ടുന്നു. അടുത്തത് ആഫ്റ്റർ ഡ്രോട്ട്, വരൾച്ചയ്ക്ക് ശേഷം. മക്കൾ ഈ പിക്ചർ നോക്കിയേ, എല്ലാം ഉണങ്ങി വരണ്ടിരിക്കുന്നു അല്ലേ. മരത്തിന് ഇലകളില്ല. അപ്പം എന്താ എഴുതുക? ദർ വാസ് എ ഡ്രമാറ്റിക് ചേഞ്ച് ഇൻ ദ സീൻ ആഫ്റ്റർ ദ ഡ്രോട്ട്. The fields were dry and brown. The animals were not to be seen anywhere. They had all left the farm. The big trees, once full of leaves and fruit, now stood dry and bare. The flowers on it were also gone. Next, activity 3. Look at the following sentence. The man is dumping waste on the road. അയാൾ റോഡിൽ മാലിന്യം തള്ളുകയാണ് അല്ലേ. നെക്സ്റ്റ്, ദ ചിൽഡ്രൻ ആർ ക്ലാപ്പിംഗ് ദെയർ ഹാൻഡ്. കുട്ടികൾ കൈ കൊട്ടുന്നു. നൗ യു മേ ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ഡൗൺ വാട്ട് ഈച്ച് ഓഫ് ദം ഈസ് ആർ ഡൂയിങ്. താഴെ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട്. അവരെന്താണ് ചെയ്യുന്നതെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പിക്ചർ നോക്കിയ മക്കളെ, എന്തായാലും കാണുന്നേ, ഒരാൾ പെയിന്റ് അടിക്കുന്നല്ലേ. ദ മാൻ ഈസ് പെയിന്റിങ്. അടുത്തതോ, ഒരു കുട്ടി ഒരു ചെടി നടുന്നല്ലേ. അപ്പം എന്താ എഴുതുക? ദ ഗേൾ ഈസ് പ്ലാന്റിങ് എ ട്രീ. അടുത്തത് എന്താ? ഒരു കുട്ടി വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഒരു ബോട്ടിൽ ഇടുന്നല്ലേ. അപ്പം എന്താ എഴുതുക? ദ ബോയ് ഈസ് ഡംപിങ് വേസ്റ്റ്. അടുത്തത് എന്താ? കുറച്ച് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നല്ലേ ഗ്രൗണ്ടിൽ നിന്ന്. അപ്പം എന്താ എഴുതുക? ദ ഗേൾസ് ആർ പ്ലേയിങ് ഫുട്ബോൾ. Next, activity 4. The Nature Club of Rebecca School has decided to conduct a short film festival on climate change. Prepare a script for announcement in the morning assembly. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ റെബേക്കയുടെ സ്കൂളിലെ നേച്ചർ ക്ലബ്ബ് തീരുമാനിച്ചു. രാവിലെ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നതിനായി ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് ഈ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കാം. Good morning everyone. Today our school nature club is excited to announce that we will be hosting a short film festival on climate change. The festival will showcase short videos made by students just like you, highlighting the importance of taking care of our planet. We hope to inspire you to make a difference and take action to reduce our impact on the environment. Next, activity 5. Pairs of words that have the same sound but different meaning are given in bracket. Choose the right word and complete the following sentence.
ഒരേ ശബ്ദമുള്ളത് എന്നാൽ വ്യത്യസ്ത അർത്ഥമുള്ളതുമായ ജോഡികൾ ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്നു. ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് താഴെ പറയുന്ന വാക്യങ്ങൾ പൂർത്തിയാക്കുക. ആദ്യത്തേത് ദിസ് ഡാഷ് വി ഡിഡ് നോട്ട് ഗെറ്റ് സഫിഷ്യൻറ്റ് റെയിൻ. അപ്പോൾ എന്താ ഇവിടെ വരിക? ഇയർ അല്ലെങ്കിൽ ഇയർ. ഇയർ എന്ന് വെച്ചാൽ വർഷം, ഇയർ EAR എന്ന് വെച്ചാൽ ചെവി. അപ്പോൾ എന്താ വരിക അവിടെ? ദിസ് ഇയർ വി ഡിഡ് നോട്ട് ഗെറ്റ് സഫിഷ്യൻറ്റ് റെയിൻ. നെക്സ്റ്റ്, ദ ബോയ് സോ എ സ്മോൾ ഡാഷ് ഓൺ ദ ട്രീ ട്രങ്ക്. അപ്പം എന്താ വരിക അതിൻ്റെ ആൻസർ? ഓളും ഉണ്ട് ഹോളും ഉണ്ട്. ഹോൾ എന്ന് വെച്ചാൽ ബോൾ എന്ന് വെച്ചാൽ WHOLE എന്ന് വെച്ചാൽ മുഴുവൻ എന്നാണ് അർത്ഥം. HOLE എന്ന് പറഞ്ഞാൽ ദ്വാരം. അപ്പം അതിൻ്റെ ആൻസർ എന്നാ വരിക? ദ ബോയ് സോ എ സ്മോൾ ഹോൾ HOLE ഓൺ ദ ട്രീ ട്രങ്ക്. അടുത്തത് വി നീഡ് ഡാഷ് ടു ബ്രീത്ത് ഇൻ. അപ്പം അതിൻ്റെ ആൻസർ എന്നാ വരിക? നമുക്ക് ശ്വസിക്കാൻ ഡാഷ് ആവശ്യമാണ്. അപ്പം അതിൻ്റെ ആൻസർ വരും വി നീഡ് AIR, എയർ എന്ന് വെച്ചാൽ വായു, ടു ബ്രീത്ത് ഇൻ. അടുത്തത് ദ കൺട്രി ഈസ് എൻറ്ററിങ് എ ന്യൂ ഡാഷ് ഇൻ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്നാ വരിക? രാജ്യം ഒരു പുതിയ ഡാഷ് വികസനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ എന്താ വരിക? FAC എന്ന് വെച്ചാൽ മുഖം, PHAS എന്ന് വെച്ചാൽ ഘട്ടം. അപ്പോൾ രണ്ടാമത്തെ വരിക ദ കൺട്രി ഈസ് എൻറ്ററിങ് എ ന്യൂ ഫേസ് ഇൻ ഡെവലപ്മെൻറ്റ്. അടുത്തത് ദ എൽഡേഴ്സ് ഡിസൈഡഡ് ടു ഡാഷ് എ ലെറ്റർ ടു ദ പ്രസിഡന്റ് ഓഫ് കെനിയ. RIGHT എന്ന് വെച്ചാൽ വലത്, WRIT എന്ന് വെച്ചാൽ എഴുത്ത്. കെനിയൻ പ്രസിഡന്റിന് കത്ത് നൽകാൻ മുതിർന്നവർ തീരുമാനിച്ചു അല്ലേ? അപ്പോൾ അവിടെ വരിക WRITE. അടുത്തത് ദ ക്ലാസ് റൂം ഈസ് ഡാഷ് നൗ. ക്ലാസ് റൂം ആണ് ഡാഷ് ഇപ്പോൾ. അപ്പോൾ എന്താ വരിക അവിടെ? QUIET എന്ന് വെച്ചാൽ നിശബ്ദമായ, QUITE എന്ന് വെച്ചാൽ തികച്ചും. അപ്പോൾ എന്താ വരിക അവിടെ? ദ ക്ലാസ് റൂം ഈസ് ക്വയറ്റ് നൗ, QUIET. അതാണ് അവിടെ വരിക. നെക്സ്റ്റ് ആക്ടിവിറ്റി 6. Here is Rebecca's routine. Read it and write down some of your routine activities. ഇത് റെബേക്കയുടെ ദിനചര്യയാണ്. ഇത് വായിക്കുകയും നിങ്ങളുടെ ചില പതിവ് പ്രവർത്തനങ്ങൾ എഴുതുകയും ചെയ്യുക. Rebecca gets up early in the morning. She brushes her teeth. She learns her lesson regularly. She helps her mother in cooking. She goes to the farm and feed the animals. അടുത്തത് നിങ്ങളുടേത് എഴുതുക. I wake up early in the morning. I wash my face. I eat a healthy breakfast. I do my homework after school. I have helped my father with his work in the garden. Next activity 7. Shall we form 2 groups and play a word game? Your teacher will give necessary instruction. Act accordingly. അപ്പോൾ നമുക്കൊരു വേർഡ് ഗെയിം കളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് ചെയ്തു നോക്കാം. കൺവേർട്ട് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ടു ക്വസ്റ്റ്യൻസ്. ഇനി പറയുന്ന പ്രസ്താവനകൾ ചോദ്യങ്ങളാക്കി മാറ്റുക. അപ്പോൾ ഫസ്റ്റ് എന്നാ വരിക? ദേ ആർ വറീഡ്. അപ്പോൾ എൻ്റെ ആൻസർ എന്നാ വരിക? ആർ ദേ വറീഡ്. അപ്പോൾ എന്താ വരിക? നെക്സ്റ്റ് ദ വേർഡ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ. അപ്പോൾ അടുത്തെന്ന് വരിക? എൻ്റെ ആൻസർ ഈസ് ദ വേർഡ് ഗെറ്റിംഗ് ഹോട്ടർ. നെക്സ്റ്റ് ഇറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം ഫോർ ദ എർത്ത്. അതിൻ്റെ ആൻസർ എന്നാ വരിക? ഈസ് ഇറ്റ് എ ബിഗ് പ്രോബ്ലം ഫോർ ദ എർത്ത്. നെക്സ്റ്റ് റെബേക്ക ഈസ് ഹാപ്പി. അതിൻ്റെ ആൻസർ എന്ന് വരിക? ഈസ് റെബേക്ക ഹാപ്പി. നെക്സ്റ്റ് ദേ ഹാവ് പ്ലാന്റഡ് സാപ്ലിങ്സ്. അപ്പോൾ എൻ്റെ ആൻസർ എന്ന് വരിക? ഹാവ് ദേ പ്ലാന്റഡ് സാപ്ലിങ്സ്. നെക്സ്റ്റ് റെബേക്ക ഹാസ് റൈറ്റൻ എ ലെറ്റർ ടു ദ പ്രസിഡന്റ്. അപ്പോൾ എൻ്റെ ആൻസർ എന്ന് വരിക? ഹാസ് റെബേക്ക റൈറ്റൻ എ ലെറ്റർ ടു ദ പ്രസിഡന്റ്. Activity 8. Read the following newspaper report about a girl who set out on a mission to save the planet. അപ്പോൾ നമുക്കത് വായിച്ചു നോക്കാം. Greta's great mission to save planet. Stockholm. A differently abled young girl won the heart of millions as she held a placard and sat outside the Swedish parliament here on Monday. Greta
Thunberg was promoting the cause of saving the planet from climate change. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? തിങ്കളാഴ്ച സ്വീഡിഷ് പാർലമെന്റിന് പുറത്ത് പ്ലക്കാർഡും പിടിച്ച് ഇരുന്ന ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടി ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കീഴടക്കി. ഗ്രേറ്റ തുൻബർഗ് കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്ന് ഗ്രഹത്തെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. Diagnosed with autism spectrum disorder at a tender age, she was undertaken, took up the campaign and sat alone to promote the cause. Greta proved how she could make a big difference to this campaign, noted a local television channel that beamed the event live. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ചെറുപ്രായത്തിൽ തന്നെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ രോഗനിർണയം നടത്തി. അവൾ തളർന്നില്ല, പ്രചാരണം ഏറ്റെടുത്തു. കാരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒറ്റയ്ക്കിരുന്നു. ഈ ക്യാമ്പയിനിൽ തനിക്ക് എങ്ങനെ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് ഗ്രേറ്റ തെളിയിച്ചു. ഇവൻ ലൈവ് ബീം ചെയ്ത ഒരു പ്രാദേശിക ടെലിവിഷൻ ചാനൽ അഭിപ്രായപ്പെട്ടു. The Eco Club in your school planted saplings on the school premises and distributed saplings to the students on World Environmental Day. A rally was also held to make the people aware of the need to conserve water. The program was inaugurated by the ward member. Prepare a news report. Students and teachers join hand to conserve nature. Kochi, 28 September 2024. The Eco Club of St. Paul's School, Kochi organized a special program to celebrate World Environment Day. The main event was the planting of sapling on the school premises. The students and teachers worked together to plant the saplings and make the school a greener place. The program started with the inauguration by the ward member, who spoke about the importance of protecting the environment. After that, the students were given saplings to plant in their own homes. In addition to the sapling plantation, a rally was also held to raise awareness about the need to conserve water. The students made slogans and posters to spread the message. The rally was a fun and educational way to learn about the importance of water conservation. The Eco Club members also gave a presentation on how we can reduce, reuse, and recycle waste. They showed how reusable bags and water bottles can be used instead of plastic ones. It was a great day to learn about taking care of our environment. Next, activity 9. Given below is a placard related to global warming. Prepare another one about forest conservation. You may make more placard. ആഗോളതാപനവുമായി ബന്ധപ്പെട്ട് ഒരു പ്ലക്കാർഡ് താഴെ കൊടുത്തിരിക്കുന്നു. വനസംരക്ഷണത്തെക്കുറിച്ച് മറ്റൊന്ന് തയ്യാറാക്കുക. നിങ്ങൾക്ക് കൂടുതൽ പ്ലക്കാർഡുകൾ ഉണ്ടാക്കാം. അപ്പം മക്കൾ ഈ പ്രവർത്തനം ഒന്ന് ചെയ്ത് നോക്കാം. ഈ പിക്ചർ ഒരു എക്സാമ്പിളാണ്. സേവ് ഫോറസ്റ്റ്, സേവ് ദ ക്ലൈമറ്റ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 10. ലുക്ക് അറ്റ് ദ വേർഡ് അണ്ടർലൈൻ. റെബേക്ക ഹാഡ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. ദർ വാസ് എൻ ആപ്പിൾ tree in the garden. Complete the following passage using a, an or the. അടിവരയിട്ട വാക്കുകൾ നോക്കുക. റെബേക്കയ്ക്ക് മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ടായിരുന്നു. പൂന്തോട്ടത്തിൽ ഒരു ആപ്പിൾ മരമുണ്ടായിരുന്നു. എ, ഏൻ അല്ലെങ്കിൽ ദ ഉപയോഗിച്ച് ഇനി പറയുന്ന ആ ഒരു പാരഗ്രാഫ് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് ചെയ്തു നോക്കാം. ഹലോ ചിൽഡ്രൻ, ഹൗ ആർ യു? ഹലോ കുട്ടികളെ, സുഖമാണോ? ഐ ആം ഡാഷ് ആപ്പിൾ ട്രീ ഇൻ റെബേക്കാസ് ഗാർഡൻ. ഞാൻ ഡാഷ് റെബേക്കയുടെ പൂന്തോട്ടത്തിലെ ആപ്പിൾ മരം. അപ്പോൾ അവിടെ എന്താ വരിക? ഐ ആം ആൻ ആപ്പിൾ ട്രീ. അപ്പോൾ അവിടെ എന്ന് എഴുതുക. നെക്സ്റ്റ്, ഹാവ് യു ഗോട്ട് ഇനഫ് റെയിൻ ദിസ് ഇയർ? ഈ വർഷം വേണ്ടത്ര മഴ ലഭിച്ചോ? ഐ തിങ്ക് ഡാഷ് ആൻസർ ഈസ് നോ. അപ്പോൾ എന്താ ഇവിടെ വരിക? ഐ തിങ്ക് ദ ആൻസർ ഈസ് നോ. ഞാൻ കരുതുന്നു ഇല്ല എന്നാണ് ഉത്തരം. നെക്സ്റ്റ്, വാട്ട് മേ ബി ഡാഷ് റീസൺ? അപ്പോൾ എന്താ ഇവിടെ വരിക?
വാട്ട് മേ ബി ദ റീസൺ? എന്തായിരിക്കാം കാരണം? People are cutting us down. We help in bringing rain. So give you fruits, flowers and fresh air. ആളുകൾ ഞങ്ങളെ വെട്ടിമുറിക്കുകയാണ്. മഴ പെയ്യാൻ ഞങ്ങൾ സഹായിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് പഴങ്ങളും പൂക്കളും ശുദ്ധവായുവും നൽകുന്നു. So don't cut us down. I can stand like dash umbrella to protect you. അപ്പോൾ എന്താ ഇവിടെ വരിക? An umbrella. Umbrella to protect you from dash the hot sun. അപ്പോൾ എന്താ ഇവിടെ വരിക? From the hot sun. ചൂടുള്ള വെയിലിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ എനിക്ക് കുട പോലെ നിൽക്കാം. If you plant more saplings, I shall give you lot of apples. When we plant a sapling, we are planting hope. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ കൂടുതൽ തൈകൾ നട്ടാൽ ഞാൻ നിങ്ങൾക്ക് ധാരാളം ആപ്പിൾ തരാം. തൈകൾ നടുമ്പോൾ നാം പ്രത്യാശ നടുകയാണ്. അപ്പോൾ ഈ പാഠഭാഗത്തെ പ്രവർത്തനങ്ങളെല്ലാം നമ്മളിന്ന് ചെയ്തു നോക്കി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.